വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമെ മൂവി ഡയറക്ടറായ മാമറു ഹൊസാഡയാണ് ബോയ് ആൻഡ് ദ ബീസ്റ്റ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ബോയ് ആൻഡ് ദ ബീസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചാണ് ഞാനത് കണ്ടു തുടങ്ങിയത്. കാരണം അദ്ദേഹത്തിൻ്റെ മറ്റുള്ള വർക്കുകൾ തന്നെയാണ്, അതായത് പ്രീവിയസ് വർക്ക്സ് ആണ്. എ ഗേൾ ഹു ലെഫ്റ്റ് ത്രൂ ടൈം, അതുപോലെ മിറായ്, ബെല്ലെ, പിന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയ വൂൾസ് ചിൽഡ്രൻ. ഞാൻ വൂൾസ് ചിൽഡ്രൻ്റെ മൂവിയുടെ ഒരു ഭയങ്കര ഹ്യൂജ് ഫാനാണ്. എവറിത്തിങ് അബൌട്ട് ദിസ് മൂവി അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് ആയിരുന്നു. സ്റ്റോറി, ക്യാരക്ടേഴ്സ്, അതിലെ എല്ലാം പേസിങ് എല്ലാം വളരെ കിടിലം തന്നെയായിരുന്നു. സോ അത് കണ്ടിട്ട് നമ്മൾ ബാക്കുമോനോ നോക്കോ എന്ന് പറഞ്ഞ ദ ബോയ് ആൻഡ് ദ ബീസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഇത് കാണുമ്പോൾ ഇറ്റ് ലിറ്ററലി ഡിസപ്പോയിൻ്റ് ആസ്. എന്ന് വെച്ചാൽ പടം മോശമാണെന്നല്ല, നല്ല എൻഗേജിങ് മൂവിയൊക്കെ തന്നെയാണ്. ബട്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിന് തീരെ പേസിങ് ഇല്ല. ക്യാരക്ടേഴ്സ്, സ്റ്റോറി ലൈൻ ഒക്കെ ഏകദേശം ചെറിയ പ്രോബ്ലമാറ്റിക് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അത്ര ഡീറ്റെയിലിംഗ് അല്ല. കാരണം ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, സബ് പ്ലോട്ട്സ് വരുന്നുണ്ട്. സോ എല്ലാം കൊണ്ടും ഒക്കെ ട്രാക്ക് ചെയ്യാൻ നമുക്ക് കുറച്ച് പാടാണ്. ബട്ട് ആനിമേഷൻ, ആർട്ട്, സൗണ്ട്, ആക്ഷൻ എല്ലാം കിടുവാണ്. ക്യാരക്ടർ ഡിസൈനും എല്ലാം ഏകദേശം സിമിലർ ടു ദ വൂൾസ് ചിൽഡ്രൻ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് ക്യൂട്ട എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ്. അതുപോലെ കുമാമെറ്റ്സു എന്ന് പറഞ്ഞ ഒരു ബീസ്റ്റാണ്. ക്യൂട്ടയുടെ അമ്മ ഇവൻ്റെ ചെറുപ്പത്തിൽ മരിക്കുന്നു. തുടർന്ന് അവൻ്റെ വീട്ടിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അച്ഛനില്ല ആ സമയത്ത്. അപ്പോൾ അവിടെ നിന്ന് അവൻ വീട്ടുകാരുമായിട്ടുള്ള ആ ഒരു ഫാമിലി ആയിട്ടുള്ള പ്രശ്നത്തിൽ നിന്നൊക്കെ ഓടി ഇറങ്ങി പോരുകയാണ്. ഒരു ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഇവനെ പിന്തുടർന്ന് ആരും വരുന്നൊന്നുമില്ല. അങ്ങനെ എലോണായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ വളരെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ കുമാമെറ്റ്സു എന്ന് പറഞ്ഞ ഒരു ബിയറിന് അതികൂടെ കടന്നു പോകുന്നത് കാണുന്നത്. തുടർന്ന് പിന്തുടർന്ന് പോകുമ്പോൾ ഇവനൊരു ഇമാജിനറി വേൾഡിലേക്ക് എത്തുകയാണ്. ആ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ ആനിമൽസ് മാത്രമായിട്ടുള്ള സംസാരിക്കുന്നതും അതുപോലെ മനുഷ്യരെ പോലെ ജീവിക്കുന്ന ആനിമൽസ് ഉള്ള ഒരു ഗോഡ്ലി ആനിമൽസ്, ഈ എന്താ പറയുക, ദൈവത്തിൻ്റെ പദവിയിലേക്കൊക്കെ എത്തുന്ന രീതിയിലുള്ള ഒരു വേൾഡാണ് ആ ഒരു വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഫൈറ്റിംഗ് ചാമ്പ്യനാണ് നമ്മുടെ കുമാമെറ്റ്സു എന്ന് പറയുന്നത്. തുടർന്ന് ക്യൂട്ടെ അവനൊരു ശിഷ്യനായിട്ട് എടുക്കുകയും അവിടെ ഉണ്ടാകുന്ന വളരെ രസകരമായ കുറേ സംഭവങ്ങളുമൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ കഥ വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ക്യൂട്ടയുടെ ആ ചെറുപ്പകാലത്തിൽ നിന്ന് അവൻ്റെ ആ ഒരു അഡൾട്ട്ഹുഡിലേക്ക് എത്തുന്നതും തുടർന്ന് അവൻ പോവേണ്ടി വരുന്ന കുറേ സംഭവങ്ങളും പിന്നീട് അവിടേക്ക് വരുന്ന വില്ലൻ എല്ലാം ആ ഒരു വേൾഡിൽ നടക്കുന്ന ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഈ ഒരു ആനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഫൈറ്റ് സീൻസ് എല്ലാം ഗംഭീരമാണ്. നല്ല കിടിലനായിട്ട് ആനിമേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ സൗണ്ട് ട്രാക്കും എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. എന്നാൽ എവിടെയൊക്കെയോ നമുക്ക് ചില മിസ്സിങ് ഫീൽ ചെയ്യും. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കുറച്ച് ക്യാരക്ടേഴ്സിന് അധികം ഒന്നും ആഡ് ചെയ്യില്ല. അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്ലൈമാക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ ഒരു വാച്ചബിൾ ആനിമെ തന്നെയാണ്. എങ്കിലും എനിക്ക് ഈ വൂൾസ് ചിൽഡ്രൻ വെച്ച് അത്ര സെറ്റപ്പായിട്ട് തോന്നിയിട്ടില്ല. ഓവറോൾ ഒരു ഗുഡ് വാച്ചിനുള്ള സംഭവം തന്നെയുണ്ട് ദ ബോയ് ആൻഡ് ദ ബീസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാം.